നമസ്കാരം, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഈ ഒരു ചാനലിൻ്റെ പർപ്പസ് എന്താണ് എന്ന് നിങ്ങളോട് പറയാനായിട്ട് മെയിനായിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളെ ബോറടിപ്പിക്കാനൊന്നും. മെയിൻ പർപ്പസ് ഇതാണ്. ഇത് കോമ്പറ്റിറ്റീവ് എക്സാംസ്, അത് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, അല്ലെങ്കിൽ RRB, അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിൽ കോമ്പറ്റിറ്റീവ് എക്സാംസ് ആസ്പിരൻസ് എഴുതുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് എഴുതുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇത് തുടങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാനും ചില പരീക്ഷകൾ എഴുതാറുണ്ട്. എനിക്ക് അതൊരു ഇഷ്ടത്തിൻ്റെ പുറത്ത് കൂടെ എഴുതുന്നതാണ്. ഞാൻ ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു പരീക്ഷ ആസ്പിരൻറ്റ്, ഫുൾ ടൈം ആസ്പിരൻ്റ് അല്ല, മറ്റ് ചില കാര്യങ്ങളൂടെ എനിക്കുണ്ടായി. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതെല്ലാം വർക്കൗട്ട് ചെയ്തും പഠിച്ചും പരീക്ഷകൾ എഴുതിയും ഞാനും ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സും റീസണിങ്ങും ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് വൈഡായിട്ട് ചിന്തിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മിക്ക പരീക്ഷകളിലും ഉള്ള കോമ്പണൻസ് ആണ് മാത്സും റീസണിങ്ങും. മാത്സും റീസണിങ്ങും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കുറേ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്. അങ്ങനെ കൊണ്ട് പക്ഷേ ബേസിക്കലി ഇന്ന് നടക്കുന്ന മിക്ക പരീക്ഷയിലും, അത് നമ്മുടെ താഴെ നടക്കുന്ന ഏറ്റവും താഴത്തെ ലെവലിൽ നടക്കുന്ന PSC പരീക്ഷകൾ തൊട്ട് ഏറ്റവും കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള UPSC പരീക്ഷകളിൽ വരെ മാത്സിൻ്റെ റീസണിങ്ങിൻ്റെയും പ്രസൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ സെൽഫ് ലേണിങ്ങിനോടൊപ്പം തന്നെ കുറേ ആൾക്കാരോടെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മീഡിയം ഇങ്ങനെ യൂട്യൂബിലൂടെ ആസ്പിരൻസുമായിട്ട് ചർച്ച ചെയ്ത് പഠിക്കുന്നതാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്നുമാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങാനുള്ള ഒരു തിങ്കിങ്. അപ്പോൾ അതാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു സ്ട്രാറ്റജി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാത്സും റീസണിങ്ങും പോട്ടെ, അത് നമുക്ക് വേറൊരു ടൈമിലോട്ട് പറയാം. മാത്തമാറ്റിക്സ് എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കുറേ ആൾക്കാരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ കോൺസെപ്റ്റുകൾ നന്നായിട്ട് ഡീപ്പായിട്ട് പഠിപ്പിക്കുക, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അല്ലാതെ പരീക്ഷയിൽ സമയം സേവ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ടൈം സേവിങ് ആയിട്ട് സ്കിൽസ്, അല്ലെങ്കിൽ ടൈം സേവിങ് ട്രിക്സ് ആൻഡ് ടിപ്സ് കൂടുതൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആ മൂന്നാമത്തെ ട്രൈബിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് വേണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുറത്ത് നമ്മൾ പഠിക്കുമ്പോൾ, അത് എസ്പെഷ്യലി ഇപ്പോൾ SSC അല്ലെങ്കിൽ ബാങ്ക് പോലുള്ള എക്സാംസിലുള്ളവരാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഏതാണ്ട് 45-40 സെക്കൻഡ് കിട്ടുമ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ മാത്രമേ നമുക്കത് കട്ട് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വിൻ ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്. ഏത് സമയങ്ങളിൽ നമ്മുടെ PYQ മുമ്പ് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ അതേ മോഡലിൽ അച്ചട്ടായിട്ട് അതുപോലെ തന്നെ പിന്നെയും വരുമ്പോഴാണ് അതങ്ങനെ തന്നെയാണ് വരുന്നത്. 90% ടൈമും അങ്ങനെ തന്നെയാണ്. വളരെ ഇന്നോവേറ്റീവായിട്ട് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. പക്ഷെ നമ്മളൊരു ഫുൾ പ്രൂഫായിട്ട്, അതായത് നമ്മൾ വളരെ ബേസിക്കിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ മാത്സ് റീസണിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ ഫുള്ളായിട്ട് നമ്മൾ 100% നമ്മുടെ കയ്യിൽ വരുന്ന സബ്ജക്റ്റ് ആക്കാനുള്ളൊരു യത്നത്തിലാണ് നമ്മൾ ഉള്ളത്. അങ്ങനെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ്സ് വളരെ ശക്തമായിട്ട് പഠിച്ചിരിക്കണം. അത് പഠിച്ചതിന് ശേഷം ട്രിക്സിലോട്ടും ടിപ്സിലോട്ടും കിടക്കാം. സോ അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PYQ അല്ലാതെ പെട്ടെന്ന് എല്ലാവരെയും ഭയങ്കരമായിട്ട് ഞെട്ടിച്ചുകൊണ്ടുള്ള എക്സാംസ് വരുമ്പോഴും നമുക്ക് നമ്മുടെ കോൺസെപ്ച്വൽ നോളജിൻ്റെ, നമ്മുടെ ബേസിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്കതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പരീക്ഷ നമുക്ക് എഡ്ജും ഉണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം എന്താണ് കട്ട് ഓഫ് ഒക്കെ ആ ചോദ്യങ്ങളിൽ, ബാക്കി ആർക്കും എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങളെ വെച്ചിട്ടൊക്കെ ആയിരിക്കും മാജിക്കലി നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പഠന രീതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഇതൊരു വളരെ ഷോർട്ട് ടൈമിൽ എല്ലാം പെട്ടെന്ന് നേടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്തൊരു പഠന രീതി അല്ല ഞാൻ
കൊണ്ടുപോവുക. സോ മേ ബി വളരെ ടൈം കുറവുള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ ടൈം ലിമിറ്റോ കുറവുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള സ്ട്രാറ്റജീസും കോഴ്സസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറച്ചുകൂടെ ലോങ് ടേമിൽ നല്ല ടൈം എടുത്ത് ഒരുപാട് അറ്റംപ്റ്റ്സ് ഉള്ള ആൾക്കാരെ എയിം ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഇതായിട്ട് ഈ അടുത്ത് എഴുതിയ പരീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ KS എക്സാം ആയിരുന്നു. KS എക്സാം എഴുതിയ കുറേ പേരുണ്ടാവും. ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രിപ്പറേഷനോട് ഇല്ലാതെയാണ് ഞാൻ പോയത്. സോ ഞാൻ വളരെ താല്പര്യത്തോടുകൂടെ എഴുതിയത് ഫസ്റ്റ് സെഷനിലെ മാത്സിൻ്റെ സെക്ഷനും. രണ്ടാമത്തെ സെഷൻ ഉച്ച കഴിഞ്ഞുള്ള സെഷൻ എനിക്ക് ഈസി ആയിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത് തന്നെ മീൻസ് ഈസി എന്ന് ഉദ്ദേശിച്ചത് പ്രിപ്പയർ ചെയ്യാതെ പോയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു 25% ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് അറിയുന്നത് തന്നെ വന്നിരുന്നു. ഈസി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ ഞാൻ ക്രാക്ക് ചെയ്യുന്നല്ല. ഐ എം നോട്ട് ഗോയിങ് ടു ക്രാക്ക് ദാറ്റ് എക്സാം. അത് ഷുവറാണ്, ഒബ്വിയസ്ലി പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾ ക്രാക്ക് ചെയ്യില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അതിലെ മാത്സ് ആൻഡ് റീസണിങ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. അത് സോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സോ ഇനി ഞാൻ ഫസ്റ്റ് ഇടാൻ പോകുന്ന വീഡിയോ അതിൽ നിന്നായിരിക്കും. അതിനുശേഷം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ എക്സാംസും, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാംസ്, കുറച്ച് എക്സാംസ് എക്സെപ്റ്റ് ഇപ്പോൾ CAT അങ്ങനെയുള്ള ചില എക്സാംസ് ഉണ്ടല്ലോ, അതിലുള്ളതൊന്നും ചിലപ്പോൾ ഞാൻ നോക്കിയെന്ന് വരില്ല. മേ ബി ആഫ്റ്റർ സം ടൈം നോക്കിയേക്കും. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ ഇനി വരുന്ന വീഡിയോകൾ കൂടുതലായിട്ടും ഇപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, നമ്മുടെ രാജ്യത്തുള്ള UPSC തൊട്ട് ഇവിടെ PSC വരെയുള്ള വൈഡ് റേഞ്ച് ഓഫ് സ്പെക്ട്രം, അതിലെ മാത്സും റീസണിങ്ങും കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് പടി എന്നുള്ള നിലയ്ക്ക് KS ഇപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ഇടുക. അപ്പോൾ എല്ലാവരും കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന്, ഒരുമിച്ച് ലേൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്.